ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സമൂസയുടെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഉള്ളി, ക്യാബേജ്, ഞാനൊരു വയലറ്റ് ക്യാബേജ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിന, ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് സമൂസേൻ്റെ ഷീറ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ വാങ്ങിക്കുന്നതാണ്. ഇതൊരു 100 ഷീറ്റോളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്തത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഞാൻ 2 കോഴിമുട്ട പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുട്ട നമുക്ക് നന്നായിട്ട് പൊടിക്കണം. അതുപോലെ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടും നന്നായി ഉടച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ചീഞ്ചട്ടിയിൽ ഒരല്പം വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് എന്ത് ഓയിലോ പാം ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായ സമയം നമുക്ക് ഉള്ളി അതിലേക്കിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുന്ന സമയത്ത് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നത് വാടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വേഗത്തിൽ വാടിക്കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ്, വയലറ്റ് ക്യാബേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്നൊരു പകുതി വേവ് നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ട്. വാട്ടിയെടുക്കാൻ മീൻസ് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് അതും കൂടി ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ഒരല്പം ബിരിയാണി മസാല, ഗരം മസാല, അതുപോലെ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന കോഴിമുട്ടയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുത്ത് വരാം. പിന്നെ ലാസ്റ്റ് നമ്മൾ മല്ലിച്ചപ്പും കരിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി ചൂടാറാൻ വെക്കട്ടോ. ആ ഒരു സമയം നമുക്ക് നമ്മുടെ ഷീറ്റ് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. നമ്മുടെ മസാലയൊക്കെ ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് നമ്മളിങ്ങനെ മടക്കി വരുമ്പോൾ കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിൽ സ്പൂൺ വെച്ചാട്ടോ മസാല ഫില്ല് ചെയ്ത് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ മടക്കിയ ശേഷം നമുക്ക് കുറച്ചൊരല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വെള്ളം ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മളത് മൊത്തം അങ്ങനെ ഓരോന്നും മടക്കി അതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കൂട്ടി വയ്ക്കുന്നതിന് മാവ് എന്നാട്ടോ പറയാറ്. മസാല കൂട്ടിന് മാവ് എന്നും പറയും. അപ്പോൾ ആ ഒരു മാവ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ കൈ വെച്ചാട്ടോ ഫില്ല് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് സ്പൂണ് വെച്ച് ചെയ്യുമ്പം അത് അതിലേക്ക് ചെയ്യാൻ പറ്റാത്തൊരു പോലെ ബുദ്ധിമുട്ടായി തോന്നി. അപ്പം ഞാൻ കൈ വെച്ചാണ് അങ്ങനെ അതൊക്കെ മടക്കിയെടുത്തു. ലാസ്റ്റത് വെള്ളം വെച്ച് ഒട്ടിച്ചു കേട്ടോ. അങ്ങനെ ഇത് മുഴുവനായിട്ടും ഞാനങ്ങനെ ഫില്ല് ചെയ്ത് വരികയാണേ. ചില സമയത്ത് നമുക്കത് കറക്റ്റായി കിട്ടിക്കോണം എന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞാനിത് മുഴുവനായിട്ടും ആ ഒരു മാവ് തീരോളം ഞാനത് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ സമയത്ത് മാത്രമേ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഞാൻ എടുത്തു. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മളതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കഴിയുന്നതും മാക്സിമം കൂടുതൽ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഏകദേശം ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ തന്നെ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കൂടുതൽ സമയം വേവാനൊന്നുമില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കത് ബാക്കിയുള്ളത് മൊത്തമായിട്ട് ഞാനിത് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുകയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് വേവുന്നതിനുള്ള സമയം ഏറ്റവും ചുരുങ്ങിയൊരു സമയം കൊണ്ട് നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ. നമുക്കിത് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ മുട്ട വെച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം, മട്ടൻ വെച്ചിട്ടുണ്ടാക്കാം. നമുക്ക് പല രീതിയിലും ഇത് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പം ഞാനിവിടെ കോഴിമുട്ട വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പം ഞാൻ 2 പ്രാവശ്യം വറുത്ത് കോരി, ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. അപ്പം 4 പ്രാവശ്യമായിട്ട് വറുത്ത് കോരാൻ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും മാവ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് തന്നെ നമുക്ക് കൂടുതൽ സമൂസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ, അടിപൊളി വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് കാബേജും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതിന് തന്നെ കൂടുതൽ മസാല തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത് വരുന്നത് ഏകദേശം കഴിഞ്ഞ് തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മളത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചൂടുള്ള സമൂസ കഴിക്കാനായിട്ട് എല്ലാവരും വന്നോളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.